ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ ടാറിയിലുള്ള മന്നിങ്സ് ബേസ് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ എമർജൻസി എന്ന് എഴുതിയേക്കുന്നതാണ് മന്നിങ്സ് ഹോസ്പിറ്റൽ. ഇത് വലുതാട്ടോ, ആ ഒരു ബാക്ക് സൈഡിലേക്ക് മുഴുവൻ മന്നിങ്സ് ഹോസ്പിറ്റലാണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആൽദി എന്ന് പറയുന്നൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ നിന്നുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണിത്. എന്നോട് കുറേ പേര് മന്നിങ്സ് ഹോസ്പിറ്റലിൻ്റെ ഏരിയ എങ്ങനെയുണ്ട്, ടാറി എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് റെഫറൻസ് ചോദിച്ചായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവർക്കൊരു ടാറി അല്ലെ മന്നിങ്സ് ഹോസ്പിറ്റൽ ന്യൂ സൗത്ത് വെയിൽസിലെ ടാറി എന്ന് പറയുന്ന സ്ഥലം എങ്ങനെയുണ്ടെന്നുള്ളൊരു ഇൻട്രോ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആൽദിയുടെ അവിടെ നിന്ന് ടൗണിലേക്ക് പോകുന്ന വഴിയാണിത്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, ഇവിടുത്തെ ട്രാഫിക് ഉണ്ട്, വളരെ കുറച്ച് വണ്ടികളും. ഒരു ചെറിയ ടൗണാണിത്. ഇതിനകത്ത് ഒത്തിരി ട്രാഫിക്കുകളോ ഒത്തിരി ആൾക്കാരോ അങ്ങനെയുള്ളതൊന്നുമല്ല. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ലവ്ലി പ്ലേസാണിത്. എൻ്റെ ഇതിൽ ഇനി ഒത്തിരി റഷായിട്ടും ഒത്തിരി ആൾക്കാരെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടത്തില്ല. ഇതിനകത്ത് വളരെ കുറച്ച് ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി സ്നേഹമുള്ള മനുഷ്യരുള്ളൊരു ടൗണാണിത്. ഇത് ഞങ്ങളൊരു സൺഡേ ഒരു അറൗണ്ട് 12 o'clock ഈ പോകുന്നത്. സൺഡേ എന്ന് പറയുന്നത് ഇവിടുത്തെ ഹോളിഡേ ആണ്, എന്നിട്ട് പോലും റോഡുകളിൽ ഇത്രയും വണ്ടിയുള്ളൂ. ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എല്ലാം റെസിഡൻഷ്യൽ ഏരിയാസാണ്. നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന വഴിയാണിത്. അപ്പം ഇവിടെ ടാറിയിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പാർക്കിംഗ് സ്പേസ് അനുവദിച്ച് തന്നിരിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാറുകൾ പാർക്ക് ചെയ്തേക്കുന്നത് ട്രാഫിക്ക് തന്നെ അനുവദിച്ചേക്കുന്ന സ്ഥലമാണ്. ഇന്നിപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ കഴിഞ്ഞ് നമ്മൾ ടൗൺ കോൾസ്, ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ്, മെയിൻ സൂപ്പർ മാർക്കറ്റ് രണ്ടെണ്ണം ഉള്ളതാണ്. ഒന്ന് കോൾസും ഒന്ന് ആൽദി. ആൽദി എന്ന് പറയുന്നത് നമ്മുടെ മന്നിങ്സ് ബേസ് ഹോസ്പിറ്റലിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലാണ്. ഇതാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കോൾസ്. ഇവിടെ രണ്ട് നമുക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ കിട്ടും. കുത്തിരി കിട്ടില്ല, കപ്പ കിട്ടില്ല. ഈ രണ്ട് സാധനം ഒഴിച്ച് ബാക്കി നമുക്ക് വേണ്ടുന്ന കുടംപുളി, ഈ കുറച്ച് സാധനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും, ഈവൻ കോഴിക്കോടൻ ചിപ്സ് വരെ കോൾസ് ചെയ്യപ്പെടും കേട്ടോ. നമ്മുടെ ഇന്ത്യൻ എന്ന് പറയുന്ന ഏഷ്യൻ എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലോട്ട് ചെന്നാൽ നമുക്ക് മലയാളികൾക്ക് വേണ്ട ഒരുപാട് എല്ലാ സാധനങ്ങളും തന്നെ കിട്ടും. അതുകൊണ്ട് ഞങ്ങളിവിടെ ഹാപ്പിയാണ്. ഇതാണ് നമ്മുടെ ടൗൺ കേട്ടോ. ടൗൺ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടൗൺ എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. ഈ ടൗണിൽ വന്നു കഴിയുമ്പം അതിൻ്റെ നാല് ചുറ്റും കിടക്കുന്ന എല്ലാ വഴികളിലും ഷോപ്സ് തന്നെ ആയിരിക്കും. ഇവിടെ നമുക്ക് തുണിക്കടകളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇവിടെ മെയിനായിട്ട് ബർഗർ കിങ് ഉണ്ട്. ബർഗർ കിങ്, പിന്നെ നമുക്കുള്ളൊരു KFC, പിന്നെ ഇവരുടെ ഷോപ്സാണ്. അതായത് ഇവരുടെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ബേക്ക്ഡ് ചിക്കൻ, ബേക്ക്ഡ് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ നമ്മളിതുവരെ കയറിയിട്ടില്ല. പിന്നെ ഇന്ത്യൻ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ, അത് നമ്മളിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഈ ടൗണിനകത്തുണ്ട്. പിന്നെ തുണിക്കടകൾ, വണ്ടിയുടെ കടകൾ, ബാങ്ക്, നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ ടൗണിനകത്തുണ്ട്. ഇത്രയേ ഉള്ളൂ ടൗൺ കേട്ടോ. ഈ ഒരു ചുറ്റുപാടുള്ളത്. ഇപ്പോൾ ടൗണിൽ വന്നിട്ട് നമ്മൾ മെയിൻ റോഡിലോട്ട് കയറി. ഇതുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് റൈറ്റ് സൈഡിൽ നമുക്ക് മന്നിങ് റിവറാണ്. ഈ റൈറ്റ് സൈഡിലുള്ള ബിൽഡിങ്സിൻ്റെ പുറകിലായിട്ട് മന്നിങ് റിവറാണ്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് മന്നിങ്സ് എന്നുള്ള പേര് കിട്ടിയത്. ഈ വരുന്ന ഇതാണ് മെയിൻ റോഡ്. ഈ മെയിൻ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും കുറേ കടകൾ. റൈറ്റ് സൈഡ് എന്ന് പറയുന്ന ഈ ഒരു നിരയുള്ള കടകൾ, അത് കഴിഞ്ഞാൽ റിവറാണ്. ലെഫ്റ്റ് സൈഡിൽ ഇച്ചിരി ഉള്ളിലേക്ക് കടകളുണ്ട്. ഇത്രയുള്ള ഇവിടുത്തെ ടൗൺ ഉണ്ടോ. ഏകദേശം ടൗൺ തീർന്നു. ഇനി ഇങ്ങോട്ട് വണ്ടികളുടെ കടകളാണ്. ഇനിയിപ്പോൾ നമ്മൾ താമസിക്കുന്ന ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ വണ്ടികളുടെ ഷോപ്സാണ്. സെക്കൻഡ് ഹാൻഡും പുതിയ അതും ടൊയോട്ടയുടെയും ബെൻസിൻ്റെയും എല്ലാത്തിൻ്റെ ഷോറൂമുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് വണ്ടി പോയി നോക്കാനും വണ്ടിയുടെ വർക്ക്ഷോപ്പുകൾ, പാർട്സ് കിട്ടുന്ന കടകളെല്ലാം. ഇത് നമ്മുടെ മോട്ടലിലെത്തി, ഗ്യാരാവില്ല മോട്ടൽ, ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇത് ഹോസ്പിറ്റലുകാർ അറേഞ്ച് ചെയ്തതാണ്. നമ്മളിവിടെ ഫസ്റ്റ് വരുമ്പം നമുക്ക് പെട്ടെന്ന് താമസിക്കാൻ വീടൊന്നും കിട്ടത്തില്ല. അപ്പോഴത്തേനും ഹോസ്പിറ്റലുകാർ അവർ അറേഞ്ച് ചെയ്ത് തന്നതാണ്. നമുക്ക് 3 കോൺസിക്യൂട്ടീവായിട്ടുള്ള സാലറി സ്ലിപ്പ് കാണിച്ചാൽ മാത്രമേ വീട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 1.5 മാസം എടുക്കും വീട് കിട്ടാൻ വേണ്ടി. പിന്നെ ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള നമ്മൾ അറേഞ്ച് ചെയ്യുന്ന പോലെയൊക്കെ ഇരിക്കും. അപ്പം ഇതാണ് നമ്മൾ താമസിക്കുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് KFC. ഈ KFCയുടെ ജസ്റ്റ് ബാക്ക് സൈഡ് എന്ന് പറയുന്നത് മന്നിങ് റിവറാണ്. അപ്പം നമുക്ക് ഈ റോഡൊന്ന് ക്രോസ് ചെയ്താൽ പിള്ളേർക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ റിവർ ബാങ്കിലൊക്കെ പോയിരുന്ന് എൻജോയ് ചെയ്യാനൊക്കെ നല്ലതാണ്. ഇതാണ് നമ്മുടെ റിസോർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒറ്റ ഫ്ലോറേ ഉള്ളൂ. ഇത് ശരിക്കും ഉണ്ട്. ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും നമ്മൾ ശ്രദ്ധിച്ചറിയും. ഇവിടെ ഓടിട്ടിട്ടുണ്ട്. വാർക്കയാണ്, പക്ഷെ വാർക്കയുടെ മുകളിൽ അവർ ചൂട് വാർക്കയാണോ എന്താണെന്ന് അറിയത്തില്ല. എല്ലാ ബിൽഡിങ്ങിനകത്തും ഓൾമോസ്റ്റ് 90% ബിൽഡിങ്സ് ഓടായിരിക്കും. ബാക്കി ഒരു 10% ഷീറ്റ് ഉണ്ടാവും മുകളിൽ. എന്താ അതിൻ്റെ യൂസൊന്നും അറിയത്തില്ല നമുക്ക്. ഇവിടെ ഏകദേശം ഞങ്ങൾ ഈ താമസിക്കുന്ന മോട്ടലിനകത്ത് 28 റൂംസാണ്. ഇത് റൂം ഇച്ചിരി കൺജസ്റ്റഡ് ആണ്. ഒറ്റ റൂമിൽ തന്നെ ഞങ്ങൾ 5 പേരുണ്ട്. അപ്പോൾ 3 ബെഡ് ഇടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 ബെഡ് ഇടിച്ചേക്കുവാണ്.
ഇത് ഔട്ട് സൈഡിൽ നിന്ന് ഒരു ഈവനിങ് വ്യൂ ആണ്. ഈവനിങ്ങിൽ കണ്ടോ നല്ല ബേർഡ്സ്. ഇതിപ്പോൾ നമ്മളൊരു റീജിയണൽ ഏരിയ ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ബേർഡ്സിനെയൊക്കെ ഇവിടെ കാണാം. ഇതാണ് മന്നിങ്സ് റിവർ. ഇവിടെ നമുക്ക് ഈവനിങ് വോക്കിനൊക്കെ വരാം. ഒത്തിരി ആൾക്കാർ ഇവിടെ ഈവനിങ് വോക്കിന്, പിന്നെ ഇവിടെ ഫിഷിങ്ങിന് അലൗഡാണ്, പിന്നെ ബോട്ടിങ് അലൗഡാണ്. ഇത് ബോട്ട് കൊണ്ട് വന്നിട്ട് കയറി പോകുന്ന വണ്ടിയാണ്, ബോട്ട് കൊണ്ട് ഇറക്കിയിട്ട്. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ഇതിപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് ഇച്ചിരി ആൾക്കാരുണ്ടല്ലോ. അത് നമ്മൾ വന്നാൽ ഇവിടെ 1-2 വണ്ടികളോ 1-2 ആൾക്കാരൊക്കെ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ വന്നാലും നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരാൾ ക്രോസ് ചെയ്ത് പോകുമ്പോഴത്തേന് ഹായ് ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞൊന്ന് ചിരിച്ച് കാണിച്ച് നമ്മളോടൊന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ആൾക്കാർ പോകും. അല്ലാതെ ബിസി ലൈഫല്ല. ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒന്ന് പരിചയപ്പെടണം എന്ന ആഗ്രഹമുള്ള ആൾക്കാരാണ് ഇവിടെ. ഇപ്പം നമ്മൾ ഈവനിങ് വോക്കിനൊക്കെ പോകുമ്പോൾ നമുക്കൊരു പ്ലസൻറ്റ് മൈൻഡ് കിട്ടും. അതായത് എല്ലാം പോകുന്ന എത്ര പേര് നമ്മൾ ഈ വെയിൽ ക്രോസ് ചെയ്യുന്നുണ്ട് അത്രയും പേര് നമ്മളോട് ഹായ് ഹൗ ആർ യു ഒക്കെ പറഞ്ഞു പോകുമ്പം നമുക്കാണെങ്കിലും മനസ്സിനൊരു സന്തോഷം. ഈ മന്നിങ് റിവറിൻ്റെ ഈ ഭാഗത്ത് എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി നമ്മൾ കുറച്ച് ദൂരം നടന്ന് കഴിയുമ്പോൾ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സ് കാണും. പിന്നെ കുറച്ചുകൂടെ നടന്ന് കഴിയുമ്പോൾ വീണ്ടും വേറെ രീതിയിലുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സ് കാണും. അങ്ങനെ ഒന്ന് വാമപ്പ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇതിൻ്റെ സൈഡിൽ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാറിയെക്കുറിച്ച് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.